ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഇല്ലാണ്ട് ഒരു മുട്ട വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമ ബോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലൂസാണെങ്കിൽ ഒന്നുകൂടി ഓയിൽ ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ഈ മയോണൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഒരു പകുതി ക്യാപ്സിക്കം കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം ഇതുപോലെ ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാവുന്നത് വരെ ബ്രെഡ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ബ്രൗൺ നിറമാകും. ആ സമയത്ത് തന്നെ കോരിയെടുക്കാം. ഇതാ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.